സത്യത്തിൽ ഇത് രണ്ടാമത്തെ ഷൂട്ടാണ്. വിച്ച് മീൻസ് നമ്മൾ ആദ്യത്തെ ഒരു തവണ വീഡിയോ ഫുൾ എടുത്തു കഴിഞ്ഞ് ഒരു 10-50 അടിയൊക്കെ കൊണ്ടിട്ട് നോക്കിയപ്പോ വീഡിയോ ഷൂട്ട് ആയിട്ടില്ല. അങ്ങനെ നമ്മൾ എടുക്കണോ വേണ്ട, നമ്മളെ എനർജി ഫുൾ അതിൽ എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആള് 10-50 അടി കൂടുതലൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയും. പക്ഷെ എങ്കിലും ആള് ഇങ്ങനെ എനർജി വരാതെ സംസാരിക്കുമ്പോ എന്താ പോലെ കുറെ നാളത്തെ ശേഷമുള്ള നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരു മണിക്കൂർ ചെയ്ത് നമ്മള് ഒന്ന് സംസാരിച്ച് നമ്മൾ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി എഫേർട്ട് എടുത്തിട്ട് അത് കിട്ടിയില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമ്മളത് ഫോണിൽ നോക്കുമ്പോ അത് സ്റ്റാർട്ട് ആവാതിരിക്കുന്നത്, സ്റ്റാർട്ടാവാതിരുന്ന എല്ലാ സംഭവം സ്റ്റോറേജ് തീർന്നതാണ് ഫോണില്. അതെ, അത് ഓഫായി പോയി, നമ്മൾ അറിഞ്ഞില്ല. ഫുൾ വീഡിയോ കഴിഞ്ഞു പോയി സന്തോഷത്തിൽ ചെന്ന് നോക്കിയപ്പോ വീഡിയോ ഇല്ല. അപ്പോ നമ്മള് പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ പുതിയ ചാനലിലെ പുതിയ വീഡിയോയുടെ കാര്യമാണ് നമ്മളിപ്പോ പറയുന്നത്. കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കാൻ നമ്മൾ ഉടനെ റിപ്ലൈ തരുന്നതാണ്. ഇഡിയറ്റ് സിബ്ലിങ്സ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജിലെ പേര് വരുന്നത്. ഇഡിയറ്റ് സിബ്ലിങ്സ് ഓൺലി ഓർ ഇഡിയറ്റ് സിബ്ലിങ്സ്. അപ്പോഴത് തന്നെയാണ് നെയിം വരുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2 അക്കൗണ്ട്സിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജസ്റ്റ് ചെക്ക് ദം ഔട്ട് ആൻഡ് മെസ്സേജ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം ഓൺ ഫേസ്ബുക്ക്. പിന്നെ ഓൾറെഡി തന്നിട്ടുള്ള കസ്റ്റമൈസ്ഡ് വീഡിയോസ് ഒരു 3 days ക്ലിയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ബാക്കിയുള്ളവർ ഒരിക്കലും വിഷമിക്കരുത്. ഒരു 2-3 വീഡിയോസ് ആകണ്ടേ ഉള്ളൂ നമുക്കിപ്പോ പെൻഡിങ് ആയിട്ട്. എല്ലാം ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ലേറ്റ് ആയവരെ ഒന്ന് വിഷമിക്കരുത്. അവര് കുറെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ചാനൽ ഒരുപാട് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നവർക്ക് മനസ്സിലാവും. ഒരുപാട് ചാനൽസ് പോയപ്പോ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്ത് പോകുന്ന, കസ്റ്റമൈസ്ഡ് വീഡിയോ കിട്ടിയിട്ട് പോലും അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ്. അത് മാനസികമായിട്ടുള്ള ഒരു ഇത് കാരണം പൈസ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അപ്പോഴും വേണ്ടെന്നൊക്കെ വിചാരിച്ചു നമ്മൾ നിർത്താന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോ നമ്മളെ വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ കസ്റ്റമൈസ്ഡ് വീഡിയോ വീണ്ടും വാങ്ങിയിട്ട് പോകുന്നു. നിങ്ങൾ എന്താ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമം. എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റില്ല, എനിക്ക് ഇൻസ്റ്റയിൽ കയറാൻ പറ്റില്ല. അവര് മെസ്സേജ് ഫോട്ടോയോ വീഡിയോ ഇട്ടാലോ എനിക്ക് ഇതല്ല ആവശ്യം. അതെ, ബ്ലോഗിൽ വന്നിട്ടൊക്കെ ചോദിക്കുവാണ് ഈ ബർത്ത്ഡേ ബ്ലോഗൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇടുന്നത്, നമുക്ക് ഇതൊന്നും കാണണ്ട, നമുക്ക് നിങ്ങളുടെ പണിഷ്മെന്റ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾ കൊടുക്കുന്ന കസ്റ്റമൈസ്ഡ് വീഡിയോയിൽ ഒരു ലൈവ് ഇടാൻ പറ്റത്തില്ല. അതിൽ വന്ന് ഇതുപോലെ ചെയ്യുന്നില്ലേ, വീഡിയോസ് ചെയ്യുന്നില്ലേ, എന്നിട്ട് ഒരു നല്ലൊരു റീൽ ചെയ്യുകയാണെങ്കിൽ വന്ന് ചോദിക്കും ബാക്ക് ക്യാനിങ് എവിടെ, ഹാൻഡ് ക്യാനിങ് എവിടെ എന്നൊക്കെ ചോദിച്ച് നമ്മളെ നാറ്റിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പുതിയ ഒരു പുത്തൻ എനർജിയോടെ വീണ്ടും തിരിച്ചു വരുവാണ്. ഇനി ഇതിലൊരു സ്റ്റോക്കില്ല, അത് സ്വാഭാവികം. അത് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ചെയ്തിട്ട് രണ്ടാമതും ചെയ്യുവാണ്. അപ്പൊ നന്നായിട്ട് അടികൊണ്ട് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് ഇഡിയറ്റ് സിബ്ലിങ്സ് വ്ലോഗിനും ഇഡിയറ്റ് സിബ്ലിങ്സ് ടീമിനും നിങ്ങൾ ലാക്സും മില്യൺ അടുപ്പിച്ചും വ്യൂസ് ഒക്കെ തരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങളെ പോലുള്ളവർ വന്ന് മാം പ്ലീസ് മാം എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിക്കുമ്പോ എങ്കിലും നമ്മള് വീഡിയോ ഇടായിരുന്നിട്ട് നമുക്ക് ഒരുപാട് പെയ്ഡ് വീഡിയോസ് ഒക്കെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി കണ്ടാണ് ഫ്രീക്ക് സ്റ്റുഡന്റ് ഒരു ക്ലാസ് ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻസ്. നമ്മൾ പിന്നെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കോമഡി മോഡിൽ ചെയ്ത് പോവുമെങ്കിലും അത് നമ്മുടെ യൂട്യൂബിനെ വെറുതെ ജസ്റ്റ് ഒന്ന് പറ്റിക്കാനാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് വീഡിയോ ചെയ്യുമ്പോൾ ഫുൾ സീരിയസ് ആയിട്ടാണ്. ഒരു സീരിയസ് ആയിട്ടാണ്. ഒരു കോമഡി അതിൽ വരുന്നത്. അത് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ തരുന്ന സ്ക്രിപ്റ്റ് എങ്ങനെയാണോ അത്രയും നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഒന്നും മനസ്സിലില്ല. ബട്ട് കോസ്റ്റ്യൂമിൽ ഇങ്ങനെ അടികൊള്ളുന്ന ഒരു കണ്ടന്റ് ആണ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പണിഷ്മെന്റ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടന്റ് തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം നമ്മൾ നല്ല രീതിയിലാണ് ചെയ്തു തരുന്നതെന്നും നമ്മൾ ചോദിക്കുന്ന അതേ റേറ്റും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാര്യം നമ്മൾ വീഡിയോ ചെയ്ത് തന്നാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നമ്മളെ തന്നെ സമീപിക്കുന്നുണ്ട്. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മളെ ചെയ്തു തരും. ബട്ട് ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു ലാഗ് വന്നു. പ്ലീസ് ഡോണ്ട് മൈൻഡ്. നമ്മൾ ഇനി എല്ലാ വീഡിയോസും കറക്റ്റ് ചെയ്യും. നമ്മൾ എന്ന് വീഡിയോ ഇടുന്നു എന്നൊന്നും പറയുന്നില്ല. കാര്യം അടികൊള്ളുന്ന സംഭവം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വേദനയൊക്കെ എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു കാരണവും ഇല്ലാതെ ഒരു 50 അടി വേസ്റ്റ് ആയി. നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. അതിന്റെ വിഷമം നല്ല ഇത് കഴിഞ്ഞിട്ട്
അതുപോലെ ഇത് കഴിഞ്ഞിട്ട് 2 പെയ്ഡ് വീഡിയോ എനിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അതിന് ആ അടി വാങ്ങണം, കസ്റ്റം വീഡിയോ ആണ്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ട് അത് വാങ്ങാം. കാര്യം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയൊന്നും ട്രിപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഇതിനുള്ള പൈസ ഞാൻ അന്നേരം ഇന്ത്യ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ കുട്ടികളെ, എല്ലാരും വന്നിട്ടുണ്ടോ? ഈ ക്ലാസ്സിലെ രമ്യ എവിടെയാണ്? രമ്യ എനിക്ക് നന്നായിട്ടൊന്ന് കാണണമല്ലോ. രമ്യ ഇന്ന് വന്നിട്ടില്ല. മഞ്ജു വന്നോ? ബാദുറ വന്നു. എല്ലാരും വന്നിട്ടുണ്ട്, രമ്യ മാത്രം വന്നിട്ടില്ല. അതെന്താണ് രമ്യ വരാത്തത്? ഇന്നലെ വന്നില്ലല്ലോ. ആ കുട്ടിയുടെ പേപ്പർ നോക്കിയപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി. ഇങ്ങനെയും പഠിക്കാത്ത കുട്ടികൾ ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കാണ് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. എന്താ ഇവരിങ്ങനെ പഠിക്കാത്തെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഞാൻ ഈ പേപ്പർ തന്നതിന് ശേഷം മാത്രമേ ഇന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ദിവസം ഹാഫ് പീരീഡ് അങ്ങനെ പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നിങ്ങളെല്ലാരും നല്ലോണം എഴുതി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എക്സാം എളുപ്പം ഉണ്ടായിരുന്നവരൊന്ന് കൈപൊക്കിയേ. ഓ, എല്ലാവർക്കും എളുപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ എക്സാം പാടുണ്ടായിരുന്നവർക്കൊന്ന് കൈപൊക്കാം. ആർക്കും പാടില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഫുൾ മാർക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഓക്കെ. മഞ്ജു എത്ര? 37. ഗുഡ്. എങ്കിലും കുറച്ചുകൂടെ പഠിക്കണം കേട്ടോ. ഗ്രാമർ ഒക്കെ തെറ്റിച്ച് കളഞ്ഞു, അതാണ് ഈ മാർക്കെല്ലാം കുറഞ്ഞത്. അപ്പൊ ഇനി കൂടുതൽ ഗ്രാമർ പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോ നെക്സ്റ്റ് മിക്കവർക്കും പേപ്പറൊക്കെ കിട്ടിയല്ലോ അല്ലേ? അപ്പൊ അടുത്തത് രമ്യയുടെ പേപ്പറാണ്. ഈ കുട്ടി ക്ലാസ്സിൽ ഇന്ന് വന്നില്ല, ഇന്നലെ വന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോ ഈ പേപ്പർ വാങ്ങണമെങ്കിൽ എന്നെ ക്ലാസ് വിട്ട് കഴിയുമ്പോ ടീച്ചേഴ്സ് റൂമിൽ വന്ന് പേപ്പർ വാങ്ങാൻ പറയണം. ആ കുട്ടിയോട് എനിക്ക് നന്നായിട്ടൊന്ന് കാണണം. പ്രിൻസിപ്പളിനെ കൊണ്ട് കാണിക്കാം. എന്താണോ പേടിച്ചു പോയല്ലോ? എന്ത് കത്തി വേഷോടോ? എന്തിനാ ഈ സ്കൂളിൽ വരുമ്പോ ഇങ്ങനെ കത്തി വേഷം ഇടുന്നേ? ടീച്ചർ മുന്നേ കസിന്റെ മാരേജാ, അതുകൊണ്ട് ഫോട്ടോ എടുക്കണം. അതുകൊണ്ട് താൻ യൂണിഫോം ഇടാതെ വരും. യൂണിഫോം ഇല്ലല്ലേ ടീച്ചർ? എന്തോന്ന് കത്തി വേഷോടോ? എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ യൂണിഫോം ഇടാതെ യൂണിഫോം ഇടാതെ എന്റെ ക്ലാസ്സിൽ വരാൻ പാടില്ല. ടീച്ചർ അടിക്കുന്നതിന് കുഴപ്പമില്ല, വളം ഊരി വെക്കും. ഇല്ല എന്റെ കയ്യിലെ വളം അത് ഞാൻ പണിഷ്മെന്റ് കിട്ടാൻ വേണ്ടി എന്തായാലും ഞാൻ ഇത് വെച്ച് മുറിച്ച് എനിക്ക് ടീറ്റി എടുക്കും. ഇനിയിപ്പൊ മിക്കവാറും ഞാൻ കമ്പ് ഉപയോഗിക്കും. ഇത് വെച്ചൊരു തേപ്പങ്ങ് തരും. അപ്പൊ നന്നായിട്ട് തന്നോട് ഞാൻ പറഞ്ഞില്ലേടോ ഈ ഗ്ലാസ് ഇല്ല. എന്തോ കത്തി ഞാൻ വെച്ച് നോക്കാല്ലോ. ലുക്കുണ്ടോ? ടീച്ചർ നല്ല ചളച്ച ലുക്കുണ്ട്, ഊരി വെക്കുക, അതാണ് നല്ലത്. തന്നെ? അയ്യോ, നിന്നെ പോലെ ചളിച്ച ലുക്കൊന്നും കാണത്തില്ല. എന്തായാലും വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി മേലെ നീ കത്തി വേഷം ഇട്ടിട്ട് തന്നെ എന്താണോ കണ്ണ് കാണാൻ പറ്റുന്ന ഒരു പച്ച കളറാണല്ലോ മൊത്തത്തിൽ. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒന്നാമത് ചെറിയ കണ്ണ് കാണാൻ പറ്റാത്ത പ്രോബ്ലം ഉണ്ട്. എന്താ ടീച്ചർ കണ്ണാടി വെക്കാത്ത? എനിക്കത് ഇഷ്ടമല്ല. ഒരു വയസ്സിൽ ലുക്ക് പിന്നെ അതെ എപ്പോഴുള്ള ലുക്കാണ്. പിന്നെ വലിയ വിഷയമല്ല, എങ്കിലും പിന്നെ കൂടുതൽ വയസ്സാവാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് തന്റെ പേപ്പർ, ബാക്കി എല്ലാവർക്കും പേപ്പർ കൊടുത്ത് രമ്യ എണീറ്റ് നിന്നെ. എന്താണ് കാലൊക്കെ പൊക്കി? അയാളൊന്നും തനിക്ക് എന്തായാലും വന്ന് എനിക്ക് മൊട്ടായി തരാമെന്ന്. അയാൾ ആരാ? വാലന്റൈൻസ് ഡേ ടീച്ചർ. മുട്ടായി വാങ്ങിക്കാൻ സ്കൂളിംഗ് ക്ലാസ് വെച്ച് അറിയിക്കുവാണ് അല്ലേ? ആരാടോ മുട്ടായി വാങ്ങിക്കാൻ കൊണ്ടുവന്ന് അപ്പുറത്ത് വന്നത്? ശംഖു. ഓ, പറ്റിയ പേര് തന്നെയാണല്ലോ. എനിക്കോ എന്താണോ ചന്തിക്കുരു കൊണ്ടോ? ഒരു ക്ലാസ് ഇരിക്കുമ്പോ അതിൻ്റെതായൊരു മാന്യത അത് കീപ്പ് ചെയ്യാം. എനിക്കടോ തള്ളിയിട്ട് എനിക്ക് തള്ളോ? ഇല്ല, തള്ളോ? വിടൂടി. രമ്യ 50-ന് 7. 7 ടീച്ചർ. ഞാൻ 2 പ്രതീക്ഷിക്കണം. പേപ്പർ എടുക്ക്. ടീച്ചർ 2 ഞാൻ കണ്ട, നീ കണ്ടോ? എന്താ ഇത്ര മാർക്കായിപ്പോയി? ടീച്ചർ 7 എന്താ ഇത്ര മാർക്ക്? എനിക്കടി ഇല്ല ടീച്ചർ
സന്ധ്യയിൽ ഒരു ചൂട് എന്തായി മാർക്ക് 7 മാർക്ക് താറാവ് ഇറങ്ങും പോലെ കിടക്കും മുട്ടയുടെ ഇറങ്ങും പോലെ എന്താ കാണിക്കുന്നത് ഒന്ന് തള്ളിയിടുവോ ഒന്നായി നീണ്ടു വീണ് വയ്യ താൻ അറിഞ്ഞായിരുന്നു അതല്ല ഞാൻ വീണത് അറിഞ്ഞായിരുന്നു താൻ ഓ ടീച്ചർ മറന്നുകൊണ്ടാണ് വീണെന്നാരും പറയുന്നത് എവിടെയാ വീണേ തൊഴുത്തിലല്ലേ തൊഴുത്തിലെന്തിനാ നിന്നെ പാല് കറക്കാൻ പോയതാണ് അങ്ങനെയല്ല ഞാനൊരു ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ ഒരു 7 പടിയിലെ പോകണമെന്ന് വന്ന് താഴെ എഴുതുന്നു പിന്നെ റാക്കുണ്ടല്ലോ നിനക്ക് നിന്റെ പറയാനത്തിന്റെ റാക്കുണ്ടല്ലോ ആ കോമഡി പറഞ്ഞാ മതി അപ്പൊ നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം എന്താ എനിക്ക് ചുറ്റും നോക്കിയാൽ പണം മാത്രമേ കാണാൻ പറ്റൂ എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഗുഡ് ജോബ് ഗുഡ് സാലറി ബട്ട് ലൈഫ് പോയാണ് എൻ്റെ അവസ്ഥ എന്താ തന്റെ ലൈഫ് പോയ എന്റെ കയ്യിരിപ്പ് ശരിയല്ല അതുകൊണ്ട് ലൈഫ് അതുകൊണ്ട് തനിക്ക് പഠിക്കാൻ 7 മാർക്ക് കൊണ്ടിരുന്നാ മതി പഠിത്തത്തിലേക്ക് എന്തിരിക്കുന്നു ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ മെങ്കുറിയെന്ന് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ തമാശ പറയുമ്പോഴോ ഇത് കോമഡി സ്റ്റാർ അല്ല സീരിയസ് ആണ് നിങ്ങൾ ഏതാണ് അതാ പഠിച്ചത് പഠിക്കാൻ തനിക്ക് കണ്ണ് തുറക്കുമ്പോ പണമാണല്ലേ ഇവിടെ ഫുള്ളും കിടക്കുന്നത് ചുറ്റും ഇങ്ങനെ നോക്കുമ്പോ പണം ഇങ്ങനെ കുന്നും കൂടി കിടക്കുന്നു എണീക്കണം ഇനി കുന്നോളൂ ഇല്ല മര്യാദയ്ക്ക് ഇരിക്കണേ കാലൊതുക്കി വെക്കണം തള്ളി വരരുത് ടീച്ചർ ശാപം ഉണ്ടാവും ടീച്ചറിന് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ഗുഡ് ജോബ് ഗുഡ് സാലറി ബട്ട് ലൈഫ് പോയി അപ്പൊ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് പുതുവർഷം എന്ന പോർഷൻ ആണ് അപ്പൊ അത് ഞാൻ പാടിത്തരും 4 ലൈൻ അത് കാണാതെ എണീറ്റ് നിന്ന് പാടണം അല്ലെങ്കിൽ നല്ല ചുട്ടടി കിട്ടും അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം അമ്മ പറഞ്ഞതിനപ്പുറം അന്നൊന്നുമില്ലായിരുന്നു അമ്മ ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും ഒക്കെ അത് ശരിയാണെന്ന് വിശ്വസിച്ച് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ടെനിക്ക് എന്തോ കാണിക്കുന്നേ പറഞ്ഞോ ഒരിക്കോടെ മാവേലി നാട് കാണീടും കാലം പാടിപ്പൂന്നുള്ളി പോയ പൊന്നോണക്കാലം ഒരു ചൂട് എന്നിട്ട് മര്യാദക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നര പോയ കാലം നാടുവാണിടും കാലം പാടി പൂന്നുള്ളി പോയ പൊന്നോണക്കാലം ആവശ്യമല്ലാതെ കോമഡി അടിക്കരുത് ടീച്ചറെ പാടുന്നേട്ട ഇംഗുലാസ് എന്താ പോലും പാടട്ടാ നിന്റെ ക്ലാസ് കഴിക്കാൻ എന്റെ മുട്ട വേണിക്കും ഇത് കൊള്ളാം ദേഹിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണി കേറുന്നേരം കൂപ്പുകൾ കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം എന്താ അവിടെ സംഭവിച്ചേ കുട്ടിക്ക് നന്നായി വേദനിച്ചു എന്ന് തോന്നുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്ന ചിരി മുഖത്തുനിന്ന് മാറി എന്തായാലും അത് കൊള്ളാം ഞാൻ വായിച്ചേ ഞാൻ വായിക്കണ്ട ഞാൻ വായിക്കണ്ടെന്ന് പറഞ്ഞില്ലേ വിളിച്ചത് രണ്ടാമത്തെ ട്രിപ്പാണെന്ന് ഞാൻ വരവിടെ പറഞ്ഞു എന്നെ കൊണ്ട് വരി ഇങ്ങനെ ചുമ്മാ ഞാൻ കളഞ്ഞിട്ട് പോകും പോലും ടീച്ചറിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ ഇത് കാണാൻ കുറെ പ്രേക്ഷകർ ഇരിപ്പുണ്ടെന്ന് എനിക്ക് എന്തായാലും വിചാരമുണ്ടോ 2K followers good job good salary പാട് നീ രാമായണം വായിക്കണം എന്റെ തൊണ്ട ഒരു പനിയാ വായിക്കാം അന്ന് പറഞ്ഞതിനപ്പുറമില്ലാതിരുന്നരാ പോയ കാലം മാവേലി നാടുവണിടും കാലം പാടിപ്പൂനുള്ളി പോയ കുഞ്ഞുണക്കാലം കുഞ്ഞെടുപ്പിട്ട എണ്ണിക്കേറും നേരം കൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കൈവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയോ ഒളിച്ച കാലം
ആരോടുമില്ല വഴക്കുന്ന പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം, അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. മുറ്റത്തിനൈശ്വര്യം ചാത്തും അപ്പൂക്കളോടൊപ്പം എന്നമ്പയും തുമ്പ പോലെ. ഇവരെ പാപ്പിച്ചോളൂ. മലയാളം വായിക്കാൻ അറിയില്ലേ? എനിക്കറിയാന്നുള്ളതാണ് ഞാൻ വായിച്ചത്. ടീച്ചറല്ലേ നേരത്തെ നുള്ളി പറയില്ല. നിങ്ങൾ നേരത്തെ വീഡിയോ കാണുമ്പോൾ ഫുള്ള് നുള്ളി പറയും. മിസ്റ്റർ ശംഖു. അപ്പൊ എന്തായാലും ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 8 ലൈൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നാളത്തെ കാലൊതുക്കി വേടി. എനിക്ക് ചന്ദിര ചൂട് ഞാൻ വിനോദയാത്രയ്ക്ക് പോവാം. ബോട്ടിലിരുന്ന് പോകാൻ പോലെ ഉണ്ടല്ലോ. കാലൊതുക്കി വെച്ചേ. ഇത് 8 ലൈൻ നാളെ കാണാതെ പഠിച്ചുകൊണ്ട് കൂടുതൽ എന്റെ മലയാളം ക്ലാസ് ഇംഗ്ലീഷ് തന്നെ പല്ലടിച്ച് പഠിക്കാത്തത്. അപ്പോ ഞാൻ ക്ലാസ്സിൽ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സില് ടെസ്റ്റ് ഒന്ന് വേഗം പോയാലും ആവശ്യമില്ല സംസാരിക്കുക ടീച്ചറിനോട്. ഇങ്ങനെ ആരാണ് എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ടീച്ചറിനോട് സംസാരിക്കാൻ? ടീച്ചറെ ആ സാരി എങ്ങോട്ട് പൊക്കിക്ക്, ഞാൻ കാലൊന്ന് പിടിക്കട്ടെ. ഈ നാളെ അല്ലേ കുട്ടി ഇങ്ങനെയൊക്കെ പറയാൻ? അനുഗ്രഹിക്കണം.